നിരന്തരമായി ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനും ദൈവത്തോട് അടുപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം അരുളി ചെയ്യുമ്പോൾ നാം അതിനെ അവഗണിച്ച് കളഞ്ഞാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നിരന്തരമായുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ നിരസിച്ചാൽ അത് നമ്മെ വലിയ തകർച്ചയിലേക്കാണ് എത്തിക്കുന്നത്. സെഫന്യാവിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യപ്രകാരം കാണുന്നു, കർത്താവിൻ്റെ ദിവസം വരുന്നതിന് മുമ്പേ നിങ്ങൾ കൂടി വരുവിൻ, അതെ കൂടി വരുവിൻ. ഇസ്രായേലിൻ്റെ, അതായത് യഹൂദയുടെ വലിയ തകർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനമാണ് 3 അധ്യായം മാത്രമുള്ള സെഫന്യാ പ്രവാചകൻ എഴുതിയ പ്രവചന പുസ്തകം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ യഹൂദജനത്തിന് വരാൻ പോകുന്ന വലിയ ദുരിതങ്ങളെപ്പറ്റി, വരാൻ പോകുന്ന വലിയ തകർച്ചകളെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണിത്. നിരന്തരമായി ദൈവം തൻ്റെ ആലോചനകൾ യഹൂദയോട് അറിയിച്ചിട്ടും അല്ലെങ്കിൽ ഇസ്രായേലിനോട് അറിയിച്ചിട്ടും അത് ഗണ്യമാക്കാതെ ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപം ചെയ്തത് നിമിത്തം ഞാൻ നിങ്ങളെ നശിപ്പിച്ച് നാമാവശേഷമാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് ആ തകർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ പരാമർശിക്കുന്ന ഒരു പ്രവചന പുസ്തകമാണ് സെഫന്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിരന്തരമായി ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനും ദൈവത്തോട് അടുപ്പിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം അരുളി ചെയ്യുമ്പോൾ നാം അതിനെ അവഗണിച്ച് കളഞ്ഞാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചയിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. യഹൂദജനത്തിന് ഭവിച്ച ആ വലിയ തകർച്ച, അല്ലെങ്കിൽ ഇനിയും അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന അന്ത്യകാലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ പ്രവചന പുസ്തകങ്ങളിലൂടെയൊക്കെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ നിരന്തരമായ ആലോചനകളും നാം അവഗണിക്കുന്നവരാണോ അതോ അതിനെ അംഗീകരിച്ച് ദൈവത്തിന് വിധേയപ്പെടുന്നവരാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ ഈ ചിന്തകൾ നമുക്കിടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാൻ, കർത്താവിൻ്റെ ആലോചനകൾ കേട്ടനുസരിക്കുവാൻ, അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരായി, മക്കളായി മാറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി